നിങ്ങൾ ഈ ശരീഅത്ത് പാലിക്കുന്നുണ്ടോ? ശരീഅത്തിൽ നിങ്ങളെ വാദങ്ങൾ എന്തൊക്കെയാണ്? മശായിഖന്മാരുടെ ഹളറത്തിലേക്ക് ഒരു പെണ്ണ് വരുന്നത് ക്യാമറ കണ്ണുകൾ വെച്ച് നോക്കിയിട്ട് ശരീഅത്ത് വിരുദ്ധമാക്കാൻ ഒരുങ്ങുന്നവരുടെ ആസ്ഥാനത്ത് നടക്കുന്ന പൂരങ്ങൾ എന്തൊക്കെയാണ്? നോളേജ് സിറ്റിയിൽ വലിയ ഹോട്ടലുകൾ ഉണ്ടാക്കിയത് നിങ്ങളുടെ സ്വയം ക്യാഷ് കൊണ്ടല്ല. ചിന്തിക്കണം, പാവപ്പെട്ട ആളുകളുടെ ക്യാഷ് കൊണ്ടാണ്. അന്ന് നമ്മൾ വരെ പൈസ കൊടുത്തിട്ടുണ്ട്. അതിൽ പൈസ കൊടുക്കാത്തതല്ല. അന്നൊക്കെ വഅദിന് പോകുമ്പോൾ സ്ഥിരം എൻ്റെ കയ്യിൽ അതിൻ്റെ റെസിപ്റ്റ് തന്നെ ഉണ്ടാവും ചിലപ്പോൾ. എന്നിട്ട് ഈ പണികളൊക്കെ ചെയ്തൊപ്പിച്ചിട്ട് ഇന്ന് ഇന്റർനെറ്റിൽ നോളേജ് സിറ്റിയിൽ ഒരു ഹോട്ടലിന്റെ പരസ്യമെടുത്ത് നോക്കിയ എന്താ അവസ്ഥ? ക്ലിപ്പിടാൻ പോലും പറ്റില്ല. നഗ്നകളായ സ്ത്രീകളെ കൊണ്ടുവന്ന് ഹോട്ടലുകളിലേക്ക് ആകർഷിപ്പിക്കുന്നു. ആര്? ഔലിയാക്കളെ ശരീഅത്ത് നോക്കുന്ന, പിന്തുടരപ്പെടുന്ന ഉലമാ ആണ് ഞങ്ങളെന്ന് പറയുന്നവരുടെ ഉന്നത സ്ഥാപനങ്ങളിൽ ചോദിക്കുമ്പോൾ മറുപടി ഞങ്ങൾക്ക് വിട്ടുകൊടുത്തതാ ഓൽക്ക്, ഓലൊന്നും ചെയ്യും. ഈ വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തോർമല്ലേ? അത് വെറുതെ പറയണത്, അവിടെ ഇരിക്കട്ടെ. വിട്ടുകൊടുക്കുമ്പോൾ ശരീഅത്ത് അവിടെ നിയമമാക്കണ്ടേ? പുറത്ത് നടക്കുന്ന പൂരം വേറെ, ഉള്ളിൽ വലിയ പൂരം. എന്ത് ശരീഅത്താങ്ങൾ ഈ പറയുന്നത്? പിന്തുടരപ്പെടുന്ന ഉലമാ ആണ് നിങ്ങളെങ്കിൽ ശരീഅത്തിന്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങണ്ട, അതിന്റെ പുറന്തൊലിയെങ്കിലും ഒന്ന് ഉഷാറാക്കണ്ടേ? എന്താണ് നോളേജ് സിറ്റിയിൽ നടക്കുന്നത്? ഒരു 2 സെക്കൻഡ് അതിന്റെ പുറത്ത് നടക്കുന്ന ഉള്ളിത്ത് കാണിക്കാൻ ഈ സദസ്സിൽ പറ്റില്ല. അത് നിങ്ങൾ നോക്കും വേണ്ട, അത്രയും അബദ്ധമാണത്. അത്രയും പ്രശ്നം മുഴുവൻ ഇന്റർനെറ്റിൽ അവരുടെ സൈറ്റിൽ ഇന്നുണ്ട്, ഫുള്ളുണ്ട്. നിങ്ങൾ നോക്കി എന്തൊക്കെയാണ് നടക്കുന്നത്. എന്താ അതിൻ്റെ ഒക്കെ ഒരു ശറഅ് വെച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, രസകരമായ ചില കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നോളേജ് സിറ്റി എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം, അവിടെ വലിയൊരു മസ്ജിദും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥാപനം അത് അനിസ്ലാമികമാണ്, കോടികളുടെ ബിസിനസ് കേന്ദ്രമാണ് എന്നാണ് ഇപ്പൊ നൗഷാദ് അഹ്സനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൗഷാദ് അഹ്സനി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യനാണ്. ഇനി അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ള ഉസ്താദന്മാരാണ് ഈ നൗഷാദ് അഹ്സനിക്ക് ഓതി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അവരുടെ കോളേജുകളിൽ പഠിക്കുകയും അവിടെ നിന്നും അഹ്സനി ബിരുദം എടുത്തുകൊണ്ട് കാന്തപുരം വിഭാഗത്തിന്റെ ഒരു പ്രാസംഗികനും അതുപോലെ തന്നെ സംവാദങ്ങളും മുഖാമുഖങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു നൗഷാദ് അഹ്സനി. കുറച്ചു കാലം മുമ്പ് അതിൽ നിന്നും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അത് പുറത്താക്കിയതാണോ പുറത്തേക്ക് ചാടിയതാണോ എന്നൊന്നും വ്യക്തമായിട്ട് അറിയില്ല. ഓക്കെ, അതിന്റെ ഒരു സാഹചര്യം പറഞ്ഞു കേട്ടത് കാന്തപുരം വിഭാഗത്തിലെ അവരുടെ മുഖാമുഖങ്ങളും സംവാദങ്ങളും ഒക്കെ നടത്തുന്ന, മുൻകാലങ്ങളിൽ നടത്തിയിരുന്ന ചില ഉസ്താദന്മാര് ഈ നൗഷാദ് അഹ്സനിയുടെ രംഗപ്രവേശനത്തോടെ അവർക്ക് അവരുടെ ആ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടു. അപ്പോ നൗഷാദ് അഹ്സനിയെ ഒന്ന് ഇരുത്തുക എന്നുള്ളത് അതിൽ ചില ആളുകളുടെ ആവശ്യമായിരുന്നു എന്നൊക്കെയാണ് പുറത്ത് നിന്ന് കേൾക്കുന്ന കാരക്കമ്പി. എന്തോ അവരുടെ കാര്യം, അവരുടെ കാവ്, നമ്മൾ അതൊന്നും അന്വേഷിച്ചു പോകുന്നില്ല. എന്നാൽ AP അബൂബക്കർ മുസ്ലിയാരുടെ പല കാര്യങ്ങളും നമ്മൾ വിമർശിക്കുമ്പോൾ പല ആളുകളും വന്നുകൊണ്ട് അസൂയയാണ്, അതുപോലെ തന്നെ കുറ്റം പറയുകയാണ്, പച്ചർച്ചിന്നാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളെ ഇപ്പോ നൗഷാദ് അഹ്സനി ഈ കാന്തപുരം വിഭാഗത്തിന്റെ ഒപ്പം നടന്ന് അവരുടെ ആളായി പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി ഘോരഘോരം ഖണ്ഡനങ്ങളും മണ്ഡനങ്ങളും നടത്തിയിരുന്ന ഈ അഹ്സനി ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു പറയുന്നത്? ഇപ്പോ തുറന്നു പറയൽ നിങ്ങൾ കേട്ടിട്ടില്ല, ഇനി കുറച്ച് തുറന്നു പറയൽ ഇതിന്റെ ബാക്കിൽ വരാനുണ്ട്. ആദ്യം നമുക്ക് ആ വീഡിയോ ശകലം ഒന്ന് കാണാനുണ്ട്. അവിടെ ഉത്സവമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ മുൻപ് കാണിച്ചതാണ്. എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് അതിനുശേഷം നൗഷാദ് അഹ്സനി കുറച്ചും കൂടി തുറന്നു പറയുന്നുണ്ട്. അതുകൂടി കേട്ടിട്ട് നമുക്ക് ചില വിലയിരുത്തൽ കൂടിയുണ്ട്. പക്ഷെ ഇവിടെ അതിനു മുമ്പായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട്. നൗഷാദ് അഹ്സനി കുറെ കാലമായിട്ട് കുരുവ ടൂറിസത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇവർക്കെതിരെ, കാന്തപുരം AP വിഭാഗത്തിനെതിരെ പലതരത്തിലുള്ള ഒളിയമ്പുകളും അത് തുറന്നു പറയലുകളും അതുപോലെ തന്നെ തുറന്നല്ലാത്ത ചില പറയലുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് പോയിട്ടുണ്ട്, കർണാടകയുടെ പല ഭാഗത്തും പോയി പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്താറുണ്ട്. അവിടെയൊന്നും കാന്തപുരം മുസ്ലിയാരെ അയാൾ നേരിട്ട് വിമർശിക്കുവാൻ തയ്യാറായിട്ടില്ല. അത് ഭയം കൊണ്ടാണോ മറ്റെന്തെങ്കിലും ആണോന്ന് അറിയില്ല. എന്നാൽ ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി ആ ഉത്സവം എന്ന് പറഞ്ഞ കാര്യമൊക്കെ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറയുന്ന ചില വാക്കുകൾ ശ്രദ്ധിക്കണേ. നമ്മളെ പള്ളിയും
പള്ളി ഒന്നായിട്ട് ഉത്സവപ്പറമ്പായി. പള്ളി മൊത്തം പൂരപ്പറമ്പായി. അതാ അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. അതാണ് ഈ കൂത്താട്ടത്തിനൊക്കെ എന്ത് ശരഹാങ്ങക്കുള്ളത്? പിന്തുടർപ്പെടുന്ന ഉലമ ആണല്ലോ നയിക്കുന്നത്. റാബിത്വതയുടെ സമ്മേളനമൊക്കെ പോയി പങ്കെടുക്കുന്ന ആളല്ലേ മെയിനാള്. അതാണ് എന്റെ സാധാരണക്കാരായ പ്രവർത്തകരെ, ഒരു പുനർവിചിന്തന നിർബന്ധം. ഇവര് നിങ്ങളെ കൊണ്ടുപോകുന്നത് നരകത്തിന്റെ കുണ്ടിലേക്കാണ്. ദുനിയാവിൽ നിങ്ങളെ ക്യാഷ് അവര് വസൂലാക്കുന്നു. ഇപ്പൊ ഈ ഒരാഴ്ചയിൽ എന്തൊക്കെ പിരിവുകളാണ് നിങ്ങൾ നോക്ക്. പിരിശപ്പൊതി, ഒന്ന്, അറഫാനിധി, രണ്ട്, ബിരിയാണി പൊതി, മൂന്ന്, നെയ്ച്ചോർ ചാക്ക്, നാല്, ഇങ്ങനെ എന്തൊക്കെ ഏതെല്ലാം പള്ളികൾ. ഇതൊക്കെ നടത്തുന്നത് ഈ പാവപ്പെട്ട പ്രവർത്തകരിൽ നിന്ന്, അവരെ ഹദ്റത്തുൽ ഖുദ്സിൽ നിന്ന് തടയുന്നതോടൊപ്പം അതാ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു, കള്ളന്മാരാണവർ, കൊള്ളക്കാരാണവർ. എന്റെ ഭാഷയല്ല, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. ഗസാലി റഹിമഹുല്ല മാത്രമല്ല, മറ്റു പലരും ഈ വിഷയത്തില് പല തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ദജ്ജാലൂന കദ്ദാബൂന എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. നൗഷാദ് ഹസനെ അതിൽ നിങ്ങളും പെടും. അത് നിങ്ങൾ മറക്കൊന്നും വേണ്ട. ഇപ്പൊ ഞാൻ കുറച്ച് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ചില സത്യങ്ങൾ പറയുവാൻ, അത് തുറന്നു പറയുവാൻ താങ്കൾ കാണിച്ച ധൈര്യത്തിന്. ഇത്രയും കാലം താങ്കൾ പല ആളുകളെയും ഇതുപോലെയുള്ള മറുപടികളൊക്കെ പറയാറുണ്ടെങ്കിലും ഈ ഒരു റേഞ്ചിലേക്ക് താങ്കൾ ധൈര്യം കാണിച്ചതിൽ അത് നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് വരാനുള്ളത് ഒരു വഹാബി പട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്, വാങ്ങി വെക്കുക, അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാ. ഇവിടെ പറഞ്ഞത് റാബിത്തയിലൊക്കെ പോയി പങ്കെടുക്കുന്ന ആ ഒരു വലിയ നേതാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വന്നത്, ഇവര് പണം സ്വരൂപിക്കുന്ന, പണം എങ്ങനെയാണ് ആളുകളുടെ പോക്കറ്റിൽ നിന്ന് അത് എടുക്കുന്നത് എന്നെല്ലാം ഇദ്ദേഹത്തിന്റെ ആ വാക്കുകളിലുണ്ട്. എന്തൊക്കെയാ പറഞ്ഞത്? അറഫ നിധി, അതുപോലെ തന്നെ ബിരിയാണി ചെമ്പ്, നെയ്ച്ചോർ കിറ്റ്, ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്സക്കുണ്ടം പറം, ഇനി അതും അടുത്ത പോലെ തുടങ്ങുമായിരിക്കും. അല്ലെങ്കിൽ മന്തിപ്പെട്ടിന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ തുടങ്ങും. എന്തോ ആയിക്കോട്ടെ, എന്തൊക്കെ തുടങ്ങിയാലും ഈ തുടങ്ങുന്നതെല്ലാം ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട ആ വീഡിയോയിൽ കാണിച്ച ആ കുതുകുലം ഉണ്ടല്ലോ, ഇതൊക്കെ വിശ്വാസികളുടെ പണം സ്വരുക്കൂട്ടിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് നൗഷാദ് ഹസനെയും പണം പിരിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കയ്യിൽ അതിനുള്ള റെസീറ്റുമായിട്ടാണ് പരിപാടികൾക്ക് നടന്നിരുന്നത് എന്നാ പറഞ്ഞത്. വിശ്വാസികളോട് വിശ്വാസത്തിന്റെ ഈ ആത്മീയതയുടെ അല്ലെ മതം വിൽപ്പന നടത്തിയിട്ട് മതത്തെ ഒരു വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് ആ പിരിച്ചെടുത്ത ആ പണം കൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അല്ലേ? പ്രിയമുള്ളവരെ, ഇങ്ങനെ പറയുമ്പോ മതം ഒരു വിൽപ്പന ചരക്കാണോ, ഒരു ആത്മീയ വാണിഭ സംഭവമാണോ എന്ന് ചോദിച്ചാല് ആണ്. ഇവിടെ നേരത്തെ നമുക്ക് മറുപടി പറഞ്ഞ ഒരു മുസ്ലിയാര് എന്നെ പറഞ്ഞത്, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വളർച്ചയിൽ അസൂയ പൂണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ്. അല്ല സുഹൃത്തുക്കളെ, അദ്ദേഹം വളർന്നാലും തളർന്നാലും എനിക്കൊരുപോലെയാണ്. അത് രണ്ടും നമ്മൾ പറയാറുള്ളതുമാണ്. ഓക്കെ, ഇവിടെ ബിസിനസ്സുകാരായ പല ആളുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു മൾട്ടി മില്യണറൊക്കെ ആയ ഒരു വലിയ ഒരു വ്യവസായിയാണ് MA യൂസഫ് അലി, ലുലു ഗ്രൂപ്പിന്റെ മുതലാളി അല്ലേ? നമ്മൾ അദ്ദേഹത്തെ അസൂയപ്പെട്ട് പിന്നാലെ കൂടിയിട്ടൊന്നുമില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് വിശ്വാസം ചൂഷണം ചെയ്തിട്ടല്ല മുതലാളിയായത്. മൂപ്പര് കഠിനാധ്വാനത്തിലൂടെ, മൂപ്പരെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ആ ഒരു അത്ര മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹം കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തതാണ്. ആരെയും പറ്റിച്ചിട്ടല്ല, വിശ്വാസത്തിന്റെ പേര് പറഞ്ഞിട്ടല്ല. ഇനി അത് കഴിഞ്ഞാല് ഇവിടെ തന്നെ രവി പിള്ളയെ പോലെയുള്ള ആളുകളുണ്ട്. അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാല് ഗുജറാത്തിൽ നിന്നുള്ള അംബാനിമാര്, അതുപോലെ അദാനിമാര്, ഇനി അതും കഴിഞ്ഞു പോയി കഴിഞ്ഞാല് ബിൽഗേറ്റ്സ് പോലെയുള്ള പല പല കോടീശ്വരന്മാരുണ്ട്. ഓല് വളർന്ന് ഇനി അമ്മക്കെന്താ അസൂയ? അവരുടെ കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവര് ബിസിനസ് ചെയ്തു, അവരുടെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ സർവീസ് എന്തൊക്കെയാണോ, ഉൽപ്പന്നം മാത്രമല്ല സർവീസുകളുണ്ട്. അപ്പൊ അത് അവർ നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ പോക്കറ്റിലും പെട്ടിയിലും അലമാറയിലും ബാങ്കിലും ഒക്കെ ഇരിക്കുന്ന പൈസ അവരുടെ ബാങ്കിലേക്ക് എത്തിക്കുവാൻ അവർ ട്രൈ ചെയ്യുന്നുണ്ട്, അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വിജയിക്കുന്നുണ്ട്. അവർ വലിയ വലിയ
ബിസിനസ്സുകാരാവുന്നുണ്ട്, വ്യവസായികളാവുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ബിസിനസ് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിന് വലിയ മുതൽ മുടക്കില്ലാത്ത, അവർക്ക് മുതൽ മുടക്കും ഉണ്ട്, കഠിന പ്രയത്നമുണ്ട്, ഇവിടെ പ്രയത്നമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അതൊരു വിശ്വാസം വഞ്ചിച്ചുകൊണ്ടുള്ള, വിശ്വാസം വിൽപ്പന ചരക്കാക്കിക്കൊണ്ടുള്ള ഒരു വിപണനമാണ്. അത് തന്നെയാണ് നൗഷാദ് ഹസനിയും പറഞ്ഞത്. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും. അപ്പോ നൗഷാദ് ഹസനി പറഞ്ഞത് ബർമൂടി, ഞാൻ പറഞ്ഞത് വള്ളി ട്രൗസർ ഒന്നും ആയിട്ടില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അദ്ദേഹം ഒന്നുകൂടി അത് വിശദീകരിച്ച് അദ്ദേഹത്തിന്റെ ആളുകൾക്ക് മുമ്പിൽ നിന്ന് ലൈവായിട്ടും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഇനിയും തുടർന്ന് പറയട്ടെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ ആദർശം, അതിനോട് വിയോജിപ്പുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള സത്യങ്ങൾ തുറന്നു പറയുന്ന ആ കാര്യത്തിൽ അതിന് ധൈര്യം കാണിച്ച നൗഷാദ് ഹസനിക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും ഇതുപോലെയുള്ള തുറന്നു പറയലുകളുമായിട്ട് അഹ്സനിമാരും സഖാഫിമാരും അതുപോലെയുള്ള ആളുകള് പുറത്തേക്ക് വരട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.